JDTയുടെ പ്രവർത്തന ബന്ധാവിൽ ചരിത്രം പഠിക്കാനുള്ളത് മാത്രമല്ല സൃഷ്ടിക്കാൻ കൂടിയുള്ളതാണ് എന്ന് തിരിച്ചറിയപ്പെടുന്ന ഈ വിദ്യാർത്ഥി തലമുറയുടെ വിദ്യാർത്ഥി സമൂഹത്തിന് JDT നൽകുന്ന സംഭാവനകൾ ശ്രദ്ധേയവും ശ്രേഷ്ഠവുമാണ് എന്ന് ഓർമ്മിക്കുന്നതിനോടൊപ്പം ഈ കുട്ടികൾ വരുംകാലത്തിന്റെ ആകാശങ്ങളിൽ ഏറ്റവും മഹത്തായ നക്ഷത്ര തിളക്കം ഇവരുടേതാണ്. സാൽവഡോർ ഡാലി എന്ന കിറുക്കനായ ചിത്രകാരൻ ഒരല്പം കിറുക്കുണ്ടെങ്കിലും ഒരു കഥ പോലെ എഴുതി ഡയറിയിൽ, പ്രഭാതത്തിൽ ഞാൻ കരിയിലകൾ നടന്ന വഴിയിലൂടെ നടന്നുപോയപ്പോൾ ഒരു തിളക്കം കണ്ടു, രത്നമായിരിക്കുമെന്ന് കരുതി ഓടിച്ചെന്നപ്പോൾ പോയ ദിവസം ആകാശത്തിൽ നിന്ന് അടർന്നു വീണ ഒരു നക്ഷത്രത്തിന്റെ തുണ്ടായിരുന്നു, നക്ഷത്ര കുഞ്ഞായിരുന്നു അത്. ഞാൻ എൻ്റെ കുപ്പായത്തിന്റെ കീശയിൽ അത് നിക്ഷേപിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിലൊരു സ്ഫടികപാത്രത്തിൽ ഒരു ഗ്ലാസ് ജാറിൽ അതിട്ടു. പിന്നീട് ഒരിക്കലും എൻ്റെ വീട്ടിൽ കൃത്രിമ വിളക്കുകൾ, വൈദ്യുതി വിളക്കുകൾ പ്രകാശിപ്പിക്കേണ്ടി വന്നിട്ടില്ല. ഈ കുട്ടികൾ നാളെ വൈദ്യുതി വിളക്കുകളുടെ ആവശ്യമില്ലാത്ത, കൃത്രിമ വൈദ്യുതി വിളക്കുകളുടെ ആവശ്യമില്ലാത്ത വിജ്ഞാനത്തിൻ്റെയും മഹാസ്നേഹത്തിൻ്റെയും നക്ഷത്ര തിളക്കം പരത്തുന്ന നക്ഷത്ര കിടാങ്ങളാകും എന്നുള്ളത് ആഗ്രഹം. ഒപ്പം ആ നക്ഷത്ര കിടാങ്ങളായി മാറുമ്പോൾ അപരനെ സ്നേഹിക്കുവാൻ കഴിയുന്ന മനസ്സോടുകൂടി, തോൽവിയെയും വിജയം പോലെ സ്വീകരിക്കാൻ കഴിയുന്ന മനസ്സോടുകൂടി, മുൻധാരണകളില്ലാതെ തുറന്നിട്ട വാതായനങ്ങളുള്ള മുറികളുള്ള മനസ്സോടുകൂടി, മറ്റുള്ളവർക്കു വേണ്ടി മുന്നിൽ നിൽക്കുവാൻ കഴിയുന്ന അഞ്ചാം വിരലിന്റെ ഭാവങ്ങളുള്ള മനസ്സോടുകൂടി അറിവിൽ നിന്നും വിജ്ഞാനത്തിലേക്ക് യാത്ര ചെയ്യുന്നതാണ് ജീവിതത്തിന്റെ ധർമ്മവും കർമ്മവുമെന്ന് തിരിച്ചറിയുന്ന ബൗദ്ധിക ഭാവങ്ങളുള്ളവരാകുമ്പോൾ, വലിയ കമ്പ്യൂട്ടറിന്റെ ബട്ടണുകളിൽ വിരലമർത്തി തലച്ചോറ് വലുതാക്കുന്നതിനിടയിൽ മനസ്സ് ചുരുങ്ങിപ്പോകുന്നവരാകാതിരിക്കുമ്പോൾ, വെയിലത്ത് ഓടിക്കളിക്കുന്നതിന് പകരം കമ്പ്യൂട്ടറിലെ ബ്ലൂ വെയിലത്ത് ഓടി മരിക്കുന്നവരാകാതെ മനുഷ്യരായി തന്നെ ജീവിക്കുമ്പോൾ എനിക്കുറപ്പുണ്ട് ഇവർ സൃഷ്ടിക്കും അറിവിന്റെ വലിയ അഗ്നി.